ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 228 ദിവസം, രാമായണ മാസത്തിൻ്റെ സമർപ്പണ ദിവസമായ ഇന്ന് മേൽപ്പത്തൂരിൻ്റെ നാരായണീയത്തിലെ 22 ദശകത്തിൽ 7 ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ആദ്യം ശ്ലോകം ചൊല്ലുകയും പിന്നെ അതിൻ്റെ അർത്ഥം, വീണ്ടും മനനാർത്ഥം ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി, പിന്നീട് അതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന ഈ ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാവ്രതാദയാം പുനന്തി പാപം നലുനന്തി വാസനാം അനന്തസേവാതു നികൃന്ദതി ദ്വയീമിതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാ വ്രതാദയഃ പാപം പുനന്തി വാസനാം ന ലുനന്തി അനന്തസേവാതു ദ്വയം നികൃന്ദതി ഇതി പ്രഭോ ത്വൽപുരുഷ ബഭാഷിരേ. ഇവിടെ പറയുകയാണ്, ശ്രുതിസ്മൃതിഭ്യാം വിഹിതാഹ, ശ്രുതികളിലും സ്മൃതികളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പാപ പരിഹാരാർത്ഥമുള്ള പ്രായശ്ചിത്തങ്ങൾ,
അങ്ങനെയുള്ള വ്രതാദയ കൃച്ഛ്ര ചാന്ദ്രായണാദി പ്രായശ്ചിത്തങ്ങൾ, കൃച്ഛ്രം ചെയ്യുക, ചാന്ദ്രായണം. അപ്പോൾ ഇതൊക്കെ തന്നെ അങ്ങനെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് കൊണ്ട് പാപം പുനന്തി, പാപം മാറി ആ പാപം നശിക്കണു, മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ ഇല്ലാതെയാവുന്നു. പക്ഷേ വാസനാം ന ലുനന്തി, വാസനകൾ, ആ പാപം ചെയ്യാനുള്ള താല്പര്യം, ആ വാസന അത് നശിക്കുന്നില്ല ഈ വേദത്തിൽ പറഞ്ഞ പ്രായശ്ചിത്തങ്ങളെ കൊണ്ട്. അനന്തസേവാതു ദ്വയം നികൃന്തതി, മഹൽസേവ, ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ അപ്പോൾ രണ്ടിനെയും, അവിടെ ദ്വയം നികൃന്തതി എന്നാണ്, രണ്ടും ഇല്ലാതെയാവുന്നു, പാപവും ഇല്ലാതെയാവുന്നു, ശുദ്ധമാവുന്നു, പാപവാസനകളും നശിക്കുന്നു. അതാണ് ഭഗവാന്റെ ഭജനത്തിനുള്ള പ്രത്യേകത. ഇതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ എന്ന് ഗുരുവായൂരപ്പ, ഹേ പ്രഭോ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ അവിടുത്തെ ദൂതന്മാര് പറഞ്ഞു. അപ്പോൾ ഭഗവത് ഭക്തൻ പാപകർമ്മം ആവർത്തിക്കാത്തത് കൊണ്ട് പൂർവവാസന കൂടി ഇല്ലാതെയാവും. നമ്മൾ എന്ത് പ്രവൃത്തിയാണോ അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് താല്പര്യം ഉണ്ടാവും, അത് നമ്മളെ വിട്ടുപോവില്ല. അപ്പൊ അതുകൊണ്ട് മുഖ്യമായ പ്രായശ്ചിത്തം, ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രായശ്ചിത്തം, പാപങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ എന്താണ്? അത് ഭഗവത് സേവയാണ്. കർമ്മത്തേക്കാൾ ഭക്തിക്ക് മഹത്വവും ലാഘവത്വവും കൂടും എന്ന് കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് പട്ടേരിപ്പാട് ദാ അജാമിള മോക്ഷത്തെ മുൻനിർത്തി 4 ശ്ലോകങ്ങളിലൂടെ ഭക്തിയുടെ മഹത്വത്തെ പ്രത്യേകമായിട്ട് പറഞ്ഞത്. ആ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലാം. അതിനുശേഷം ഭാഷാഗാനമായ ശ്രീഹരിയമ്പാടി സമർപ്പിക്കാം. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാവ്രതാദയ പുനന്തി പാപം നലുനന്തി വാസനാം അനന്തസേവാതു നികൃന്ദതി ദ്വയമിതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. ശ്രീഹരിയം ഭാഷാഗാനം. നാരായണ 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 ശ്രീവാതനാഥ. ശ്രുതിസ്മൃതി വിധികളാൽ വ്രതങ്ങളനുഷ്ഠിക്കുമ്പോൾ പാപം തീരും, വാസനകൾ തീരുന്നുമില്ല. ഭഗവാനെ സേവിച്ചാലോ ഇവ രണ്ടും നശിക്കുന്നു. ഭഗവാനെ തവ ദൂതർ ഇങ്ങനെ ചൊല്ലി. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ നാരായണ ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു ജിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണനാമ സങ്കീർത്തനം. നാരായണ
നാരായണ നാരായണ.